സ്വന്തം അധ്വാനം കൊണ്ട് വിളയിച്ചെടുത്ത വിഷരഹിത അരി, അതും കൂട്ടി ദിവസവും വീട്ടിലിരുന്ന് ചോറ് കഴിക്കുക. ആഹാ. നമ്മൾ സാധാരണ ഇവിടെ പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണ്. നമ്മുടെ അരി ഉപയോഗിച്ച് നോക്കിയപ്പോൾ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിൽ നിന്ന് മാറിയിട്ടില്ല. കൂടുതലും ഷുഗർ പേഷ്യൻസ് അവർക്കൊക്കെ ഏറ്റവും ഉത്തമമാണ്. പിന്നെ കെമിക്കലായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കണില്ല. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ്. നമുക്ക് മാസത്തിൽ ഒരു 45,000 രൂപ തുടങ്ങി ഒരു 70,000 രൂപ വരെയുള്ള കച്ചവടമാണ് അരിയും കൊണ്ട് ഉണ്ടാവുന്നത്. സ്വന്തം പാടത്ത് വിളയിച്ചെടുത്ത ജൈവ അരി അത് കഴിക്കുന്ന യുവാവ് എത്ര പേരെ നമ്മൾക്ക് കേരളത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും? ഇദ്ദേഹം ഒരു നെൽ കർഷകനാണ്. പക്ഷെ ഒരു കൃഷിക്കാരനായതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പരാതി. വീട്ടാവശ്യത്തിനായിട്ട് അരി ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം. പക്ഷെ ഇന്ന് അദ്ദേഹം സ്വന്തം ബ്രാൻഡിൽ അരി വിൽപ്പന വരെ നടത്തുന്നു. അങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ABC മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു 40 സെൻറ്റ് സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് 13 കൊല്ലം മുന്നേ കൃഷി ആരംഭിച്ചു. 40 സെൻറ്റ് സ്ഥലത്ത് കൃഷി ആരംഭിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഈൽഡ് കിട്ടിയായിരുന്നു. നമുക്ക് 4 മാസം കൊണ്ട് നമ്മൾ മുടക്കിയ തുകയുടെ 2 ഇരട്ടി കൂടുതൽ പൈസ നമുക്ക് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് അത് മുന്നോട്ട് ഒന്നും കൂടി കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ ആണ് എനിക്കൊരു പ്രചോദനത്തിലാണ് ഞാൻ പിന്നെ കൂടുതൽ കൃഷി ചെയ്തത്. ആ കൃഷി ചെയ്ത് കിട്ടുന്ന നെല്ലാണ് നമ്മൾ അരിയാക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒരു വീട് മുന്നോട്ട് പോകുന്ന എല്ലാ ചിലവുകളും നമുക്ക് അരി വിറ്റിട്ടാണ് നമ്മൾ അതിൻ്റെ ചിലവ് കണ്ടെത്തുന്നത്. കാരണം നമുക്ക് 1 കിലോ അരിക്ക് നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് വില 90 രൂപയോളം കിട്ടുന്നുണ്ട്. ഹോൾസെയിൽ വില 90 രൂപ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് കടകളിൽ 120 വരെയൊക്കെ എറണാകുളത്തൊക്കെ ഉണ്ട്. നമ്മൾക്ക് കിട്ടുന്നത് 90 രൂപ വില കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50 രൂപ 55 രൂപ നെല്ലിന് വിലയായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാഭത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ 100 കിലോ നെല്ല് കുത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് 60 കിലോ തുടങ്ങി 65 കിലോ വരെ അരിയാണ്. നമുക്ക് മാസത്തിൽ ഒരു 45,000 രൂപ തുടങ്ങി ഒരു 70,000 രൂപ വരെയുള്ള കച്ചവടമാണ് അരിയും കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ലാഭം കൊണ്ടാണ് നമ്മുടെ മറ്റുള്ള ചിലവുകളും മറ്റ് വീട്ടിലെ ചിലവുകളും മറ്റുള്ള ബാങ്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ നെല്ല് നമ്മൾ സാധാരണ രീതിയിലുള്ള നെല്ല് നമ്മൾ സാധാരണ ഇവിടെ പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണ്. നമ്മുടെ രാസവളങ്ങളും രാസ കീടനാശിനികളും ഹാനികരമല്ലാത്ത രാസ കീടനാശിനികളും അടിച്ച് സപ്ലൈകോന് രജിസ്റ്റർ ചെയ്യണു. സപ്ലൈകോ വഴിയായിട്ട് നെല്ല് സംഭരിക്കുന്നു. ആ നെല്ലിൻ്റെ പൈസ നമ്മൾ ഒന്നിച്ച് കിട്ടുന്നു. അത് 1 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം വരെ വൈകാം, എങ്കിലും അത് ആ പൈസ ഒന്നിച്ച് കിട്ടണം. ആ പൈസയും കൊണ്ടാണ് നമ്മൾ അടുത്ത കൃഷിക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഐ എം ഫാർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയാണ്. ഒരു ഡോക്ടറിനേക്കാളും കൂടുതൽ വിലയാണ് ഐ എം ഫാർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആദരിക്കാനൊക്കെ കുറച്ച് പേരുണ്ടാവും. ഒരു അവാർഡ് കിട്ടി അതിന് എല്ലാവരും ആദരിക്കാനോ അഭിനന്ദനങ്ങൾ പറയാനോ ഒക്കെ കുറച്ച് പേരുണ്ടാവും. പക്ഷേ അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അഗ്രികൾച്ചർ എന്നാണല്ലോ പറയുന്നത്. കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എടുത്ത് അങ്ങനെ ആ രീതിയിലേക്ക് കൃഷിക്കാരെ ആ ബഹുമാനം ഇപ്പോഴും നമ്മുടെ രാജ്യം കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലും അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. 19ാമത്തെ വയസ്സിലാണ് 40 സെൻറ്റ് കൃഷിയിൽ ആരംഭിച്ചത്. 40 സെൻറ്റ് കൃഷി ആരംഭിച്ചപ്പോൾ അന്നത്തുനിന്ന് കിട്ടിയ ഈൽഡും അന്നത്തുനിന്ന് കിട്ടിയ സാമ്പത്തികവും ലാഭവും എനിക്ക് ഭയങ്കര അധികം പ്രചോദനം തോന്നി. അത് ഞാൻ 3 ഏക്കറിലേക്ക് ആക്കി. പതുക്കനെ എൻ്റെ ബിസിനസ് ജാതിക്കയുടെ കച്ചവടവും ഒക്കെ ഞാൻ ഉപേക്ഷിച്ച് തുടങ്ങി. ഈ 3 ഏക്കർ കൃഷി ഞാൻ തന്നെ വരമ്പ് വയ്ക്കലും അതിൻ്റെ വിത്ത് പാവലും നടാനും ഒഴുവാനും മാത്രമാണ് പുറത്തുനിന്ന് ആൾക്കാരെ നമ്മൾ കൂട്ടിയിരുന്നുള്ളൂ. ബാക്കിത്തെ എല്ലാ പണികളും ഞാൻ തന്നെയായിരുന്നു, മരുന്നടിയും കാര്യങ്ങളും. അങ്ങനെ 2017 എത്തിയപ്പോഴത്തേനും ഏകദേശം 18 ഏക്കർ സ്ഥലമായി. 3 ഏക്കർ 40 സെൻറ്റ് എന്നുള്ള 3 ഏക്കറായി. പിന്നെ 18 ഏക്കറായിട്ട് മാറി. 2017 എനിക്ക് സംസ്ഥാന അവാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കേരളം വിളയട്ടെ എന്ന പദ്ധതിയിൽ ഏറ്റവും നല്ല യുവ ജൈവ കർഷകനുള്ള അവാർഡ് കിട്ടിയത്. അരി നമ്മുടെ TK കതിര് എന്ന ബ്രാൻഡിലാണ് നമ്മൾ എല്ലാ വർഷവും അരി ഇറങ്ങുമ്പോൾ ആ അരി നമ്മൾ കാക്കനാട് നമ്മുടെ കളക്ടറേറ്റിൻ്റെ ബാക്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ലാബുണ്ട്. ആ ലാബിൽ ടെസ്റ്റ് ചെയ്യിക്കും. അപ്പം നമ്മുടെ അരി ഉപയോഗിച്ച് നോക്കിയപ്പോൾ മിക്കവരും തന്നെ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിൽ നിന്ന് മാറിയിട്ടില്ല. കൃഷി എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനമാണ് എല്ലാത്തിൻ്റെയും വിജയം. എന്ത് ജീവിതം തിരഞ്ഞെടുത്താലും കൃഷിയിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും പഠിക്കുകയില്ല. ഇത് എന്തോരം നമ്മൾ കൃഷി ചെയ്താലും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാലാവസ്ഥ വ്യതിയാനം ഈ തവണ കൃഷി ചെയ്ത വലിയ ഈൽഡിൽ നിന്ന് അതുപോലെ തന്നെ അടുത്ത തവണ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ
അരി ഇപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടാൻ പോകണം, ഓൺലൈനിലൊക്കെ നമ്മൾ തുടങ്ങാൻ പോകുകയെന്നേ ഉള്ളൂ. പിന്നെ ഒത്തിരി നമ്മുടെ എക്സ്പോർട്ടിങ് ടീമുകൾ നമ്മളെ ബന്ധപ്പെട്ടായിരുന്നു. അവർക്ക് എല്ലാ മാസവും 5 ടൺ 6 ടണ്ണൊക്കെ അരി വേണമെന്ന് പറയണു. പക്ഷേ അതിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം അതിലേക്ക് ഒക്കെ എത്തണമെങ്കിൽ കുറഞ്ഞത് 100-150 ഏക്കറെങ്കിലും മിനിമം കൃഷി ചെയ്യണം. അപ്പോൾ അതിലേക്ക് കൃഷി ചെയ്യണമെങ്കിൽ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വലിയ പ്രധാനമാണ്. അപ്പോൾ അതിലേക്കൊക്കെ മറ്റുള്ള ബാങ്കുകളും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇടപെടുകയാണെങ്കിൽ കൂടുതൽ സഹകരണങ്ങൾ, അതായത് പ്രദേശത്തെ ബാങ്കുകളും ഒക്കെ പഞ്ചായത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് എത്താം. ഇതാണ് TK കതിർ എന്ന അരി, സ്വന്തം പാടത്ത് വിളയിച്ചെടുത്ത ജൈവ അരി. സ്വന്തം പാടത്ത് വിളയിച്ചെടുത്ത ജൈവ അരി, അത് കഴിക്കുന്ന യുവാവ്. എത്ര പേരെ നമ്മൾക്ക് കേരളത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും? ഇത് സ്വന്തം അധ്വാനം കൊണ്ട് നിങ്ങൾ പാട്ടത്തിനെടുത്ത പാടത്ത് വിളയിച്ചെടുത്ത വെറും അരിയല്ല, വിഷരഹിത അരിയാണ്. അതെ, വിഷരഹിത അരിയാണ്. കൂടുതലും ഷുഗർ പേഷ്യൻസ് അവർക്കൊക്കെ ഏറ്റവും ഉത്തമമാണ്. കാരണം തവിട് നിലനിർത്തി 50% തവിടോട് കൂടിയാണ് ഈ അരി വിപണിയിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ്. നമ്മൾ ഈ കഴിക്കുന്ന ഒരു ഭക്ഷണം ഒരു കൃഷിക്കാരൻ പാടത്ത് കഷ്ടപ്പെട്ട് പല രീതി പ്രോസസ്സിലൂടെയാണല്ലോ കടന്നു വരുന്നത്. അതൊക്കെ ഓർമ്മിച്ചുകൊണ്ടാണോ നമ്മൾ കഴിക്കുന്നതെന്നുള്ളതാണ് ചേട്ടൻ ചോദിച്ചത്. അത് ആരും ഓർക്കുന്നില്ല. എല്ലാവരും ഭക്ഷണം നല്ലതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മനുഷ്യ ശരീരത്തിന് എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളതും പിന്നെ അതിൻ്റെ അധ്വാനം എന്തെന്നുള്ളതൊന്നും ആരും ഓർക്കാറില്ല. അപ്പോൾ ഈ അരി വിഷരഹിത അരിയാണെന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ് അത് വിഷരഹിത അരിയാണ്? വിഷരഹിത അരി എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ കൃഷി വകുപ്പ് നിർദ്ദേശിക്കുന്ന ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വളങ്ങൾ മാത്രം ഉപയോഗിച്ചും കീടനാശിനികൾ ഉപയോഗിച്ചും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന അരിയാണ്. രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. അന്നത്തെ ഉപയോഗിക്കുന്നത് പൊട്ടാഷ് മാത്രമാണ്. പിന്നെ കെമിക്കലായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കണില്ല. ഈ അരി തന്നെയാണ് ദിവസവും വീട്ടിൽ കഴിക്കാറ് ഉച്ചയ്ക്ക്? അതെ, ഈ അരി തന്നെയാണ് ഞങ്ങളുടെ 3 നേരം അരി ഭക്ഷണം. എനിക്ക് ഗവൺമെൻറ്റിനോടുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയിലെ യുവാക്കൾ ഈ രംഗത്തേക്ക് കൃഷി ഫീൽഡിലേക്ക് കടന്നു വരണമെങ്കിൽ അവർക്ക് ആകർഷകമായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യണം. കടന്നു വരുന്നുണ്ട്. പക്ഷേ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും കൃഷി വകുപ്പിന് വേണ്ടി മാറ്റിവെക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം ഫലം കാണുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതായിരിക്കുന്നു. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സമാധാനവും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഞാൻ തികച്ചും സന്തോഷവാനാണ്. വിവാഹം, പെണ്ണ് കിട്ടുന്നില്ല. നമുക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാം. പക്ഷേ ഇവിടെ നിന്നും കൊണ്ട് ഒരു കൃഷി ചെയ്തുകൊണ്ട് ഒരു വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ ഒരു മോഹം ഇപ്പോഴത്തെ കാലത്ത് നമുക്കങ്ങനെ ബുദ്ധിമുട്ടാണ്.